കേരളത്തിലെ 38 ബാറുകളിൽ വമ്പൻ പരിശോധന. കണ്ടെത്തിയത് കോടികളുടെ നികുതി വെട്ടിപ്പ്. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിൽ കോടികളുടെ നികുതി വെട്ടിപ്പ് നടക്കുന്നതായി കണ്ടെത്തി. GST വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. 70.73 കോടിയുടെ വിറ്റുവരവും വെട്ടിപ്പും 7.06 കോടിയുടെ നികുതി വെട്ടിപ്പുമാണ് പ്രാഥമികമായി കണ്ടെത്തിയതെന്ന് GST കമ്മീഷണർ അറിയിച്ചു. റിട്ടേണുകൾ കൃത്യസമയത്ത് സമർപ്പിക്കാത്ത 38 ബാർ ഹോട്ടലിലായിരുന്നു പരിശോധന. വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയായിരുന്നു ഓപ്പറേഷൻ സ്റ്റോം ലൈറ്റ് എന്ന പേരിൽ പരിശോധന നടത്തിയത്. CBSEയിൽ ത്രിഭാഷാ നയം. 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ ഇത്തവണ 3ാം ഭാഷയില്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട പുതിയ പരീക്ഷാ മാർഗനിർദ്ദേശങ്ങൾ CBSE പുറത്തിറക്കി. ഇതനുസരിച്ച് 2026 10ാം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ 3ാം ഭാഷ ഉൾപ്പെടുത്തില്ല. എന്നാൽ ഈ അധ്യയന വർഷം മുതൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3ാം ഭാഷയുടെ പരീക്ഷ സ്കൂൾ തലത്തിൽ നിർബന്ധമാക്കും. 9ാം ക്ലാസ്സിലെ ഇന്റേണൽ പരീക്ഷകളുടെ ഭാഗമായാണ് 3ാം ഭാഷയുടെ മൂല്യനിർണ്ണയം നടക്കുക. ഈ പരീക്ഷയിൽ വിജയിക്കാത്ത വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കുമെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെ 3ാം ഭാഷ വിജയകരമായി പൂർത്തിയാക്കണം. 10ാം ക്ലാസ് പാസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ 3 ഭാഷകളിലും വിജയിക്കേണ്ടത് നിർബന്ധമാണെന്ന് CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. കണ്ണൂരിലെ 5 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സിംഗ് സമരം ഒത്തുതീർന്നു. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ ജീവനക്കാരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 60 ദിവസമായി നടത്തിവന്നിരുന്ന സമരം ഒത്തുതീർപ്പായി. ആദ്യം ആശുപത്രികൾക്ക് മുന്നിലും പിന്നീട് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിലും സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തിവന്ന സമരമാണ് ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന അനുരഞ്ജന ചർച്ചയിൽ ഒത്തുതീർന്നത്. കണ്ണൂർ MLA TO മോഹനൻ, ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന അനുരഞ്ജന ചർച്ചയെ തുടർന്നാണ് തർക്കം പരിഹരിച്ചത്. ഇടുക്കിയിൽ കയ്യേറ്റക്കാർക്കെതിരെ റവന്യൂ വകുപ്പിന്റെ ശക്തമായ നടപടി. പൂപ്പാറ മുള്ളൻതണ്ടിൽ 2 വില്ലേജുകളിലായുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു. സർക്കാർ പുറമ്പോക്ക് കയ്യേറി നടത്തിയ കൃഷിയും അധികൃതർ നീക്കം ചെയ്തു. പൂപ്പാറ രാജകുമാരി വില്ലേജുകളിൽപ്പെട്ട 4 ഏക്കർ സർക്കാർ പുറമ്പോക്കിലെ കയ്യേറ്റമാണ് ഒഴിപ്പിച്ചെടുത്തത്. 4 പതിറ്റാണ്ടിലധികമായി കൈവശം വെച്ചിരുന്ന ഭൂമിയാണിതെന്നായിരുന്നു ഉടമയുടെ വാദം. എന്നാൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നടപടിയിലേക്ക് കടന്നത്. ഭൂമി കയ്യേറിയവരാരും നടപടി സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നില്ല. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ ചരിത്രപരമായ ദൗത്യത്തിന് തുടക്കം. ഇന്ത്യയും UK തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഇതിന്റെ ഭാഗമായി UKയിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ സമുദ്രോൽപ്പന്ന കയറ്റുമതി ബാച്ചിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം രാത്രി 10 മണിക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ KSCI എയർ കാർഗോ കോംപ്ലക്സിൽ നടന്നു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്.